വസീഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വസീഫെ, ഡിവൈഎഫ്ഐ സംബന്ധിച്ചൊക്കെ നമ്മുടെ ലോകമെങ്ങുമുള്ള പോരാളികളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് പുഷ്പാട്ടൻ്റെ വിയോഗം എന്നുള്ളത്. എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഈ നഷ്ടത്തെ നോക്കിക്കാണുന്നത്? പോരാളികളുടെ പോരാളി എന്നാണ് നമ്മൾ പുഷ്പനെ അഭിസംബോധന ചെയ്യാറ്. പുരോഗമന സ്വഭാവമുള്ളവർക്കെല്ലാം ഊർജവും കരുത്തുമായിരുന്നു സഖാവ് പുഷ്പൻ. അദ്ദേഹം വെടിയേറ്റ് ഈ 30 വർഷത്തോളം ഇങ്ങനെ ജീവിച്ചത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം സത്യത്തിൽ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കുമെല്ലാം ഒരു പാഠപുസ്തകമാണ്. കരുത്തായി, ഊർജമായി, എല്ലാവരോടും ചിരിച്ച് നല്ല സൗഹൃദത്തിൽ ഇടപെടാൻ, ഇങ്ങനെ കിടക്കുകയാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാജ്യത്ത് എല്ലാം നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് നല്ല ധാരണയോടുകൂടി ഇടപെടുന്ന സഖാവായിരുന്നു സഖാവ് പുഷ്പൻ. ഓരോ വിഷയമുണ്ടാകുമ്പോഴും ഫോണിൽ നമ്മളെയൊക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാണ്. അതിലേറ്റവും എനിക്ക് വലിയ ഇപ്പോഴും മനസ്സിൽ മറക്കാൻ പറ്റാത്ത കാര്യം ഈ ഫുട്ബോളിനെ കുറിച്ച് ഉള്ള പുഷ്പേട്ടൻ്റെ ഒരു ധാരണയാണ്. നന്നായി ഫുട്ബോൾ കാണുകയും അതിൽ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന സഖാവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ പരാജയപ്പെട്ടപ്പോൾ ഞാൻ ബ്രസീലിനെ പിന്തുണക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി അതൊക്കെ ഒരു അല്പം ഒക്കെ അങ്ങനെ ഉള്ളൊരാളാണ് എന്ന് മനസ്സിലാക്കിയ പുഷ്പേട്ടൻ എന്നെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. എനിക്കത് വലിയൊരു വലിയ ഒരു ഓർമ്മയായി, വലിയൊരു സംഗതിയായിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. കാരണം അത് ഓർത്ത് വെച്ച് എന്നെ വിളിച്ച് എങ്ങനെയുണ്ട്, അതായത് അങ്ങനെ അത്രയും കാര്യങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന പുഷ്പേട്ടൻ പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച്, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്, ലോക രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി